പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 25-ാം ദിനം. നന്മയ്ക്കു വേണ്ടി നിലകൊള്ളുക. ഫ്രഞ്ച് ജനത എന്നും ആവേശത്തോടെ ഓർക്കുന്ന ഒരു നാമമാണ് ജോവാൻ ഓഫ് ആർക്ക്. മധ്യ ഫ്രാൻസിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ 1412 ജനുവരി 6-നാണ് ജോവാൻ്റെ ജനനം. ഒരു ദിവസം കൗമാരപ്രായക്കാരിയായ അവളെ വിളിച്ച് അപ്പൻ പറഞ്ഞു, ജോവാൻ, നീ കുറേ ആടുകളെ മേയ്ക്കാൻ പോയില്ലെങ്കിൽ നല്ല തല്ലുവാങ്ങും. അതേ സമയത്ത് തന്നെയാണ് അവൾക്ക് മറ്റൊരു ദർശനമുണ്ടാകുന്നത്. നീ ചെന്ന് ഫ്രഞ്ച് സൈന്യത്തെ യുദ്ധത്തിൽ നയിക്കുക. അവർ ഇംഗ്ലണ്ടുമായി വർഷങ്ങളായി നടക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതികളിൽ വല്ലാതെ വശം കെട്ടിരിക്കുകയാണ്. ആടുകളെ നയിക്കണോ ആളുകളെ നയിക്കണോ? ജോവാൻ ധർമ്മസങ്കടത്തിലായി. അപ്പനെ അനുസരിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. ദൈവകൽപ്പന അനുസരിക്കാതിരിക്കാനും വയ്യ. ഒടുവിൽ അവൾ തീരുമാനിച്ചു, കഷ്ടപ്പെടുന്ന എൻ്റെ നാട്ടിലെ ജനതയ്ക്കു വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ പൊരുതും. അങ്ങനെ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ കമാൻഡറായി നിന്ന് അവൾ ഇംഗ്ലീഷുകാരെ തറപറ്റിച്ചു. വിറളി പിടിച്ച ഇംഗ്ലീഷുകാർ ജോവാനെ കെണിയിൽപ്പെടുത്തി 1431 മെയ് 30-ാം തീയതി അവളെ ജീവനോടെ കത്തിച്ച് ചാമ്പലാക്കി. അന്ന് അവൾക്ക് കേവലം 19 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ നോക്കി ആടുകളെയും വളർത്തി ജീവിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് വീണ്ടും ഏറെക്കാലം ജീവിച്ചിരിക്കാമായിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും ലോക ജനതയാൽ ആദരിക്കപ്പെടുകയില്ലായിരുന്നു. ആ ജീവത്യാഗത്തിലൂടെ അനശ്വരതയെ പ്രാപിച്ച ജോവാൻ തന്നേക്കാൾ മറ്റുള്ളവരെ സ്നേഹിച്ചു. തന്നെ ചുട്ടരിച്ചു കൊല്ലാൻ വിധിയെഴുതിയ ഇംഗ്ലീഷ് മേൽപ്പട്ടക്കാരുടെ വിധി തെറ്റായിരുന്നുവെന്ന് പിന്നീടുള്ള സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം ആ ശിക്ഷാവിധി തെറ്റായിരുന്നുവെന്നും അവൾ വിശ്വസ്തയായിരുന്നുവെന്നും പോപ്പ് കാലിക്ടസ് മൂന്നാമൻ കണ്ടെത്തി അവളെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പോപ്പ് ബെനഡിക്ട് 15-ാമൻ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. മഹാകവി ഉള്ളൂർ ഉദ്ബോധനം എന്ന കവിതയിൽ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്: നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ, ആ തോൽവി തന്നെ ജയമെന്ന് ലോകർ കടശിയിൽ സമ്മതിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നന്മയ്ക്കു വേണ്ടിയും നീതിക്ക് വേണ്ടിയും നാം നിലപാടെടുക്കുമ്പോൾ നാം തോറ്റുപോയി എന്ന് ചിന്തിക്കാറില്ലേ? അധർമ്മവും അനീതിയും വിജയിച്ചുവെന്ന് കരുതാറില്ലേ? എന്നാൽ ഓർക്കുക, നന്മയ്ക്കു വേണ്ടി ഞാനും നിങ്ങളും നിലപാടുകൾ എടുത്താൽ, തൽക്കാലത്തേക്ക് തോറ്റുപോയാൽ ആ തോൽവിയാണ് ജയമെന്ന് കാലം തെളിയിക്കും. ഈ നോമ്പുകാലത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുവാൻ, ന്യായത്തിനു വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. തൽക്കാലം പരാജയമെന്ന് തോന്നിയാലും അത് വിജയത്തിൽ എത്തും എന്നുള്ളതിൽ സംശയിക്കാതെ ഇരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. സസ്നേഹം, ഈപ്പനച്ചൻ.